ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബനിയൻ മാക്സി ഡ്രസ്സ് ഉണ്ടല്ലോ, അത് കൺവേർട്ട് ചെയ്തിട്ട് ഒരു പാൻറ്റ് ആക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ. ഒരു പാൻറ്റും ഒരു ടോപ്പുമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പാൻറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു ടൈം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. ഇപ്പോൾ നമുക്ക് പാൻറ്റ് നോക്കാം. നമ്മുടെ മാക്സി നമ്മൾ മടക്കി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ സെൻറ്റർ ഭാഗമാണ്. അപ്പോൾ ഇത് 4ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, നല്ല വശത്താണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീത്ത വശത്ത് അടയാളപ്പെടുത്താം കേട്ടോ. ഫസ്റ്റ് ടൈം തെറ്റിപ്പോകുമെന്നുള്ള ഒരു പേടിയൊക്കെ ഉള്ള ആളുകൾക്ക് ഇപ്പോൾ കുറേ വരകളും പുള്ളികളൊന്നും വരില്ലല്ലോ, അപ്പോൾ ചീത്ത വശത്ത് നിങ്ങൾക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ പിടിച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൽ നമ്മുടെ ലെങ്ത്തും വിഡ്ത്തും അതുപോലെ താഴെയുള്ള ലെങ്ത്തും പാൻറ്റ് തയ്ക്കുന്നത് ഈസി ആയിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റിൽ തന്നെ നമ്മുടെ ഹിപ്പിൻ്റെ അളവിൻ്റെ 4/1 ഭാഗം പ്ലസ് 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതുപോലെ ലെങ്ത്ത് താഴെ മടക്കി തയ്ക്കാനില്ല, അതുകൊണ്ട് 2 ഇഞ്ച് എക്സ്ട്രാ അങ്ങനെയും കൊടുക്കാം. 2 ഇഞ്ച് കൊടുക്കുന്നത് നമുക്ക് എലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മുകൾ ഭാഗത്താണ് 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കേണ്ടത്. അപ്പോൾ ലെങ്ത്ത് അടയാളപ്പെടുത്തി കറക്റ്റ്, എന്നിട്ട് 2 ഇഞ്ച് കൂട്ടി അടയാളപ്പെടുത്തുക നമ്മുടെ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട്. ഇനി സ്ട്രൈറ്റ് ലൈന് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഹിപ്പിൻ്റെ അളവാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ എലാസ്റ്റിക്കിൻ്റെ ആ 2 ഇഞ്ച് വിട്ടിട്ട് വേണം താഴോട്ടുള്ള ക്രോച്ച് ഏരിയ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ചെറിയ മോളാണ്, അപ്പോൾ 10 ഇഞ്ചോ 11 ഇഞ്ചോ ഒക്കെ മതി, അല്ലെങ്കിൽ ഓക്കെ. എന്നിട്ട് നമ്മൾ കൊടുക്കുക. പിന്നെ ഓരോ കുട്ടികളുടെ ഇതിനനുസരിച്ചായിരിക്കും കേട്ടോ. ചിലപ്പോൾ നമുക്ക് 12 ഇഞ്ച് കൊടുക്കാം, 12 ഇഞ്ച് വരെയൊക്കെ മതി, അതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കളിക്കുന്ന കുട്ടികളൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ അവർക്ക് ഇങ്ങനെ ഈസി ആയിട്ട് നടക്കാൻ ഇതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 12 ഇഞ്ച് കൊടുത്തിട്ട് അതിലോട്ട് 10 ഇഞ്ച് താഴെയും അടയാളപ്പെടുത്തി അങ്ങനെ ക്രോച്ച് ഏരിയ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് വരയ്ക്കുക. എന്നിട്ട് താഴോട്ട് 10 ഇഞ്ചാണ് ഒരു പലാസ പാൻറ്റിൻ്റെ മോഡലാണ് കേട്ടോ കൊടുക്കുന്നത്. എന്നിട്ട് അത് നേരെ വരച്ചിട്ട് അതിലോട്ട് വരച്ച് അത് കട്ട് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആ മാക്സിയുടെ ബാക്കി ഭാഗമാണ് ഈ മുകൾ ഭാഗത്തത് കാണുന്നത്. ഇത് നമുക്ക് ഇനിയൊരു ടോപ്പാക്കി തയ്ക്കാം അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ വേറെ എപ്പോഴെങ്കിലും ഒരു ടൈമിനനുസരിച്ച് ഞാനത് കാണിക്കാം. ഇപ്പോൾ നമുക്ക് പാൻറ്റ് മാത്രം തയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പാൻറ്റ് തയ്ച്ച് തുടങ്ങാം. റെഡി. അപ്പോൾ ഇനി അതിൻ്റെ ക്രോച്ച് ഏരിയയാണ് നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത്. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് ബനിയൻ തുണിയാണ്, അപ്പോൾ എല്ലാവരുടെയും മെഷീനിൽ ബനിയൻ തുണി പോവണം എന്നില്ല. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പർ അതിന് മുകളിൽ വെച്ചിട്ട് തയ്ക്കാം, അതല്ലെങ്കിൽ അതിനായിട്ട് നമ്മൾ ബനിയൻ തുണി തയ്ക്കുന്ന ഒരു സൂചി കിട്ടാനുണ്ട്. അത് നമ്പർ 12 എന്നാണ് എനിക്കൊരു തോന്നണത്. ജസ്റ്റ് അത് അവർ ബട്ടൺ ഹൗസിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ആ സൂചി വാങ്ങിക്കാം, എന്നിട്ട് ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ സൂചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പ്രശ്നമില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഇനി പോകുന്നില്ല എങ്കിൽ പേപ്പർ വെച്ചിട്ട് മുകളിൽ അത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഷോർട്ട് വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിലൊന്ന് നോക്കിയാൽ മതി, ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോച്ച് ഏരിയ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇതുപോലെ 2 സൈഡിലും ജോയിൻ ചെയ്യുക, ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ജോയിൻ ചെയ്യുക. കണ്ടോ, ഇതുപോലെയാണ്. ഒരു പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇത് ബനിയൻ ക്ലോത്ത് പോവാത്ത മെഷീനിൽ കേട്ടോ. ഇപ്പോൾ ഇതിൽ പ്രശ്നമില്ലാത്തതുകൊണ്ട് നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതങ്ങനെ പോയി. ഇനി നമുക്ക് ക്രോച്ച് ഏരിയ നമ്മൾ ഫുള്ളാക്കി 2 ഭാഗവും. ഇനി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ അടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ പതിച്ചടിച്ച് കൊടുക്കാം. പതിച്ചടിച്ച് കൊടുത്താൽ കുറച്ചും കൂടി ഒരു വൃത്തിക്ക് അങ്ങനെ നിന്നോളും.
ഇനി പുറത്തേക്ക് സ്റ്റിച്ചിങ് കാണും എന്നുള്ളവർക്ക് ഉള്ളിൽ ഒരു അടിയും കൂടിയും കൊടുത്താൽ മതി കേട്ടോ. എന്തായാലും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഓക്കെ, ഡബിൾ സ്റ്റിച്ച് ഇല്ലെങ്കിൽ കുട്ടികൾക്കാവുമ്പോൾ പ്രത്യേകിച്ചും അവർ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മളത് ഫുള്ള് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ പാൻറ്റ് ഫുള്ളായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈസി ആയിട്ടാണ്. പിന്നെ താഴെ അടിക്കാനൊന്നുമില്ലല്ലോ, താഴെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ഭാഗമാണ്, അതുകൊണ്ട് താഴെ സ്റ്റിച്ച് ചെയ്യാനില്ല. അപ്പം നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് പാൻറ്റിൻ്റെ കട്ടിങ് അറിയണം, പിന്നെ ഒന്ന് ലെവലിൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് ഫസ്റ്റ് തൊട്ട് തുടങ്ങാം, ഒരു പാൻറ്റ് തയ്ക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഫ്രോക്ക് എന്നുള്ളതൊക്കെ. അപ്പോൾ ക്ലാസ് വേണം, തയ്യൽ ക്ലാസ് വേണം എന്നുള്ളവർ പ്ലീസ് കമൻറ്റ് ബിലോ. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ ഫുള്ള് സ്ട്രൈറ്റ് ആയി കഴിഞ്ഞ് ഇനി നമുക്ക് അലാസ്റ്റിക് ഇടുന്ന ഭാഗത്ത് തയ്ക്കണം. ഇത് ഞാനിപ്പോൾ പ്രസ് അടി കൊടുക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് അലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ തന്നെ നമ്മളൊരു 4 ഇഞ്ചിലൊന്ന് മടക്കി തയ്ക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അതങ്ങ് മടക്കി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ 2 സ്റ്റിച്ചായിട്ട് നമുക്ക് 2 മടക്കായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കത് വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മളൊരു 4 ഇഞ്ചിൽ, നമ്മൾ 2 ഇഞ്ചാണ് വിട്ടിട്ടുള്ളത്, അപ്പോൾ അതിൽ 4 ഇഞ്ചും ഒരു 1.5 ഇഞ്ചും അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ 1/2 ഇഞ്ച് വരെ പോവാട്ടോ, 1.5 ഇഞ്ചിൻ്റെ അലാസ്റ്റിക് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ഇഞ്ചിൽ നമ്മളൊന്ന് ഫസ്റ്റിൽ തന്നെ മുകൾ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് കണ്ട് അടിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇനി 1.5 ഇഞ്ചിലെ അടി നമ്മൾ കൊടുക്കുന്നത്, അലാസ്റ്റിക് ഇടുന്ന. ഇനി നമ്മൾ 1.5 ഇഞ്ചിൻ്റെ അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു മടക്കി തയ്ക്കൽ ഒരു പ്രാവശ്യം കൂടി തയ്ക്കണം. ആ 4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ നിന്ന് 1.5 ഇഞ്ച് താഴോട്ട് മടക്കിയാണ്ടാണ് കൊടുക്കുന്നത്. ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്നര ഇഞ്ചിൻ്റെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ നമ്മൾ കുറച്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കണ്ടോ, ഇത് നമുക്ക് അലാസ്റ്റിക് അതിനുള്ളിലൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കൂട്ടി യോജിപ്പിക്കണം. ഇത് ഫുള്ളായിട്ടൊന്ന് യോജിപ്പിച്ച് എന്നിട്ടാണ്, എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അലാസ്റ്റിക് ഇടുന്നത് കേട്ടോ. ഇനി ഫസ്റ്റ് അലാസ്റ്റിക് ഇട്ടിട്ട് ഇത് യോജിപ്പിച്ചാലും മതി, ഞാനിത് യോജിപ്പിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ എന്തിനാ ഇത് ഇങ്ങനെ വീണ്ടും വീണ്ടും കാണിക്കുന്നത്, പാൻറ്റ് ഒരു പ്രാവശ്യം കാണിച്ചതല്ലേ എന്ന് തോന്നുന്നവരുണ്ടാവും. അപ്പോൾ മറ്റു വീഡിയോ എടുത്ത് നോക്കാനുള്ളൊരു മടിയുള്ള ആളുകളും ഉണ്ടാകും ഫസ്റ്റ് കാണുന്നതേ. അപ്പോൾ ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ അത് ഫുൾ ഇങ്ങനെ പിന്നെ കാണിക്കുന്നത്. അപ്പോൾ അറിയുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോവാം. ഇനി നമുക്ക് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അലാസ്റ്റിക്കിൻ്റെ അളവ് എത്രയാണോ നമ്മൾ ടാപ്പിൽ എടുത്തിട്ടുള്ളത് അതിനേക്കാളും ഒരു 4 ഇഞ്ച് കുറവ് എടുക്കുക. എന്നിട്ട് പിന്നിട്ടിട്ടാണ് നമ്മൾ അതിനുള്ളിലൂടെ എടുക്കുന്നത്. ഓക്കെ, ഇനി ആ ഒരു ഹോള് നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു, ആ ഹോള് നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ ആയി, അത് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം, എലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ. എന്നാൽ അതെന്താ വെച്ചാൽ ഒരു കംഫർട്ടായിട്ട് നിൽക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ. അപ്പോൾ നമുക്ക് അലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 5-5ലോ 6ലോ 4ലോ ഒക്കെ ഇട്ടിട്ട് വലിയ സ്റ്റിച്ചായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ആവശ്യത്തിന് നമുക്കത് കഴിക്കേണ്ടി വന്നാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല അലാസ്റ്റിക്കുമ്മേൽ കുറച്ച് ഇതിൽ നിൽക്കുവാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്ച്ച് കണ്ട് പോകാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അലാസ്റ്റിക് ഒന്ന് അതിൻ്റെ മുകളിലൂടെ ഒന്ന് പ്രസ് അടി കൊടുക്കാം. ഇതോടുകൂടി നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് തീരുവാണ്. അപ്പോൾ എത്രയും ഈസി ആയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്, മനസ്സിലായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ പ്ലീസ് കമൻറ്റ് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട്
ഇനി അതല്ല ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ല എന്നും പറയാം. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത്